വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 36 ഇഞ്ച് ചെസ്റ്റ് മെഷർമെൻ്റുള്ള ഒരു കുർത്തിയാണ്. അതിനായിട്ട് ക്ലോത്തിനെ ലെന്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. വിഡ്ത്ത് 13 ഇഞ്ച് മെഷർമെൻറ്റിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക. ബാക്കി ക്ലോത്ത് സ്ലീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആദ്യം ക്ലോത്തിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലെവൽ ചെയ്തെടുത്തു. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അതും 7.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിൻ്റ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ചെസ്റ്റ് സൈസ് നേരത്തെ പറഞ്ഞ പോലെ 36 ഇഞ്ചാണ്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 2 ഇഞ്ച് സീം എലവൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഷോൾഡർ സ്ലോപ്പായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ആ പോയിൻറ്റും ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിൻറ്റും ഒന്ന് ചരിച്ച് വരയ്ക്കുക. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ക്ലോത്തിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. വേസ്റ്റ് ലെന്തായിട്ട് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് വേസ്റ്റ് സൈസ് മാർക്ക് ചെയ്യാം. ഓപ്പൺ സൈഡിലേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും ഒരു 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലിറ്റ് ലെന്ത് മാർക്ക് ചെയ്യാം. 19 ഇഞ്ചാണ് സ്ലിറ്റ് ലെന്ത് മാർക്ക് ചെയ്യുന്നത്. 19 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു 10 ഇഞ്ച് ഓപ്പൺ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 1 ഇഞ്ച് മാത്രം സീം അലവൻസ് കൊടുത്താൽ മതിയാവും. ഇതിന് ശേഷം ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. കുർത്തിയുടെ ലെന്തായിട്ട് വേണ്ടത് 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്ത് 45 ഇഞ്ച് മാർക്ക് ചെയ്യാം. 45 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. 11 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും ഒരു 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മെഷർമെൻറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ ഒന്ന് ആം ഹോള് കുഴിച്ച് വരയ്ക്കാം. ഫ്രണ്ട് സൈഡിൽ ആം ഹോൾ ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് 2 പീസ് ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലെന്ത് എടുത്തിരിക്കുന്ന 15 ഇഞ്ചാണ്. വിഡ്ത്ത് വേണ്ടത് 9.5 ഇഞ്ചുമാണ്. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കുക. ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നത് ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളാവും. ഡയറക്റ്റ് തന്നെ സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാൻ പറ്റാത്തവർക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ
മിഡിൽ പോർഷനിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിലുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് കൊടുത്തതിന് ശേഷം ആ പോയിൻറ്റും മുകളിലത്തുള്ള പോയിൻറ്റും തമ്മിലൊന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം അതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തുകൂടെ എടുക്കുക. ഇനി നെക്കിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടാണ്. ഒരു ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് 5 ഇഞ്ചും മാർക്ക് ചെയ്യുക. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലത്തെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്ന് താഴേക്ക് 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നേരത്തെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ പോയിൻറ്റും ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ അരികും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കാം. ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഇവിടെയും 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇവിടെ യൂനെക്കാണ് കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് ലെന്ത് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സ് വരച്ചെടുക്കുക. ബോക്സ് വരച്ചതിന് ശേഷം യു ഷേപ്പിൽ വരച്ചെടുക്കുക. അതിനുശേഷം പുറത്തേക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ നല്ല സൈഡിലേക്ക് നെക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്ലോത്ത് വെച്ചൊന്ന് പിൻ ചെയ്തെടുക്കുക. ആദ്യം ക്ലോത്തിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക് പീസ് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. പിൻ ചെയ്തെടുത്തു. അതിനുശേഷം ഈ കാണുന്ന പോർഷനിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ കട്ട്സ് ഇട്ടതിന് ശേഷം ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് പൈപ്പിംഗ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓരോ കോർണേഴ്സും വരുമ്പോൾ നീഡിൽ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ ബാക്ക് നെക്കും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്ക് സൈഡിൻ്റെ നെക്ക് പീസ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അതേപോലെ രണ്ട് സൈഡും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. സ്ലീവിലും പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ നല്ല സൈഡിലേക്ക് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി പൈപ്പിങ്ങിൻ്റെ ഉള്ളിലുള്ള പീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. നേരത്തെ നെക്കിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് സ്ലീവും ചെയ്തെടുക്കുക. രണ്ട് സ്ലീവിലും പൈപ്പിംഗ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഷോൾഡറിലേക്ക് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഷോൾഡറിൻ്റെ നല്ല സൈഡിലേക്ക് സ്ലീവ് വെക്കുക. സ്ലീവിൻ്റെ മിഡിൽ പോർഷനിൽ നിന്നാണ് ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അടുത്ത സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുത്തതിന് ശേഷം സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കുക. സൈഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ സ്ലിറ്റ് ലെന്തിന് മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. സ്ലിറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്ലോത്തിനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ട് സ്ലിറ്റും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ 1 ഇഞ്ച് മുകളിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് നീഡിൽ കുത്തി നിർത്തുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ക്ലോത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അടുത്ത സൈഡിൻ്റെ ഫോൾഡഡ് ക്ലോത്തിൻ്റെ എൻഡ് വരേക്ക് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നീഡിൽ കുത്തി നിർത്തി ഡബിൾ ഫോൾഡ് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫോൾഡഡ് ക്ലോത്തിൻ്റെ എൻഡിൽ കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ജോയിനിങ് പോർഷനിൽ വരുമ്പോൾ നീഡിൽ കുത്തി നിർത്തി ക്ലോത്ത് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡും സ്ലിറ്റ് ചെയ്തതിന് ശേഷം ക്ലോത്തിൻ്റെ അടിയൊന്ന് ഇതേപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഫ്രണ്ട് സൈഡും ബാക്ക് പോർഷനും എടുക്കുക.
അപ്പോൾ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. Thank you for watching this video. See you in the next video.